ഗുഡ് ഈവനിങ്, വെൽക്കം ടു ഈവനിങ് ബ്രീഫ്. ഇന്ന് US മാർക്കറ്റുകളും മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് ആയിരുന്നെങ്കിലും അതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ഇന്ത്യൻ മാർക്കറ്റിന് ഉൾക്കൊള്ളാനായില്ല. ഇന്ന് രാവിലെ തന്നെ ഒരു നെഗറ്റീവ് ഫ്ലാറ്റ് നോട്ടിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പിന്നീട് വൻ തകർച്ചയിലേക്ക് പോവുകയായിരുന്നു. നിഫ്റ്റി ഇന്ന് ഏകദേശം 0.5% താഴ്ന്ന് 24,968 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തത്. വീക്ക്ലി ബേസിസിലും കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നിഫ്റ്റി ഇപ്പോൾ തുടർച്ചയായി മൈനസ് ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത്. വീക്ക് ഓൺ വീക്ക് നോക്കുകയാണെങ്കിൽ 157 പോയിന്റിന്റെ നഷ്ടമാണ് വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 545 പോയിന്റ് കുറഞ്ഞ് 56,283 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 501 പോയിന്റിന്റെ നഷ്ടവും രേഖപ്പെടുത്തി. പ്രധാനമായും ബാങ്കിങ് സ്റ്റോക്കുകളിലാണ് ഒരു വലിയൊരു കറക്ഷൻ ഉണ്ടായത്. എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻഡെക്സസ് 1.6% ഡൗൺ ആയിരുന്നു. ആക്സിസ് ബാങ്കിന്റെ റിസൾട്ട് പൊതുവെ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയെന്ന് വേണം കരുതാനായിട്ട്. കാരണം ആക്സിസ് ബാങ്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സെക്ടർ ഇൻഡെക്സസും ബാങ്ക് നിഫ്റ്റിയും എല്ലാം തന്നെ തകർച്ചയിലേക്ക് പോയി. ആക്സിസ് ബാങ്ക് 5% നഷ്ടമാണ് ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ നിഫ്റ്റിയെക്കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ലെവൽസിലെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറയുന്നുണ്ട്. 24,900 എന്നൊരു മേജർ സപ്പോർട്ട് ലെവലാണ് ഇന്ന് ആ റേഞ്ചിലേക്കാണ് നിഫ്റ്റി വന്നിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗേഴ്സ് ഉണ്ടായില്ലെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് തന്നെ തുടരാനാണ് സാധ്യത. US ഇന്ത്യ ട്രേഡ് ഡീൽ അടുത്ത ആഴ്ചയോടുകൂടി ഒരു കൺഫർമേഷൻ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏവർക്കും ഒരു ശുഭ സായന്തനം നേരുന്നു. താങ്ക് യു സോ മച്ച്.